നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കുരുക്കിലായി ബിജെപിയും. കേസിൽ രാജസ്ഥാനിൽ നിന്നുള്ള യുവമോർച്ച നേതാവിനെ അറസ്റ്റ് ചെയ്തു. ദിനേശ് ബിവാളാണ് അറസ്റ്റിലായത്. ഇയാൾ ചോദ്യപേപ്പർ നൽകിയത് 15 ലക്ഷം രൂപയ്ക്കെന്നും കണ്ടെത്തൽ. സംഭവത്തിൽ ഇയാളുടെ സഹോദരനെ അടക്കം 5 പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ച കേസ് അന്വേഷിക്കുന്ന സംഘം കേരളത്തിലെത്തും. കേരളത്തിൽ പഠിക്കുന്ന രാജസ്ഥാൻ സ്വദേശിയായ MBBS വിദ്യാർത്ഥി വഴിയും ചോദ്യപേപ്പർ പ്രചരിപ്പിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. തൗഫീഖ്, എങ്ങനെയാണ് CBI ഇയാളിലേക്ക് എത്തിയത്? വിനിഷ, നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് യുവമോർച്ച നേതാവിനെ ചോദ്യപേപ്പർ ചോർച്ചയുമായി പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. തുടർന്ന് ഇദ്ദേഹത്തെ ദിനേശ് ബിവാളിനെ രാജസ്ഥാനിൽ നിന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സഹോദരനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 15 ലക്ഷം രൂപയിലധികം വാങ്ങിയാണ് ഈ ചോദ്യപേപ്പർ വിറ്റതെന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന ഒരു വിവരം. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യുവമോർച്ച നേതാവിനെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുമെന്ന് CBI ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. ഇവരെയും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ CBIക്ക് രാജസ്ഥാൻ പോലീസ് ഇതിന്റെ അന്വേഷണം കൈമാറിയിരുന്നു. നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ആളുകളെ കൂടി CBIക്ക് കൈമാറിയിട്ടുണ്ട്. നാളെ ചില ആളുകളെ ഡൽഹിയിലെ CBI കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പിന്നീട് അത് ഡൽഹി കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് പോകും. ഉടൻ തന്നെ അടുത്ത നീറ്റ് പരീക്ഷയുടെ സമയം 7 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. ശരി തൗഫീഖ്, ഏതായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ് പോലീസ്. യുവമോർച്ച പ്രവർത്തകനെയാണ് ഏറ്റവും ഒടുവിലായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJPയിലേക്കും നീളുകയാണ് അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച കേസ്. നാളെ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. കൂടുതൽ ആളുകളെ CBI കോടതിയുടെ മുൻപാകെ ഹാജരാകുമെന്നാണ് തൗഫീഖ് അസ്ലം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.